അപ്പോൾ അച്ഛനോട് പറയാം, അച്ഛൻ എനിക്കൊരു ബാഗ് വേണം ഇന്ന്. എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ 5ാം ക്ലാസ്സിൽ പറയായിരുന്നു. കാരണം എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിച്ചുള്ള ബാഗ് വളരെ മോശം ബാഗായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ തുറന്നാൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ 5ാം ക്ലാസ്സിൽ എൻ്റെ അച്ഛനൊരു റബ്ബർ കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ. അപ്പോൾ ഞാൻ സ്കൂളൊക്കെ തുറന്ന് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ബാഗും കൊണ്ടുവരണം. അപ്പോൾ എനിക്ക് അന്നൊരു സ്കൂബി ഡേ ബാഗ്, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഭയങ്കര സംഭവമാണ് സ്കൂബി ഡേ ബാഗ്. അപ്പോൾ ആ സ്കൂബി ഡേ ബാഗ് ഞാൻ അച്ഛനോട് മേടിച്ചു തരണം പറഞ്ഞു. അപ്പോൾ അന്ന് അതിൻ്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്കൊരു 100-200 ഉറുപ്പിയുടെ ഉള്ളിലുള്ള ഒരു ബാഗ് കൊണ്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് തന്നെ സ്കൂബി ഡേ ബാഗ് അല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ബാഗാണ്. കാരണം എൻ്റെ കൂട്ടുകാരൻ സുജിത്ത് ഉണ്ട്, അവൻ്റെ ഒരു ഒറിജിനൽ സ്കൂബി ഡേ ആയിരുന്നു. 400 ഉറുപ്പിക്കെങ്കിലും മേലെ ഉണ്ടെങ്കിൽ മാത്രമേ ഒറിജിനൽ സ്കൂബി ഡേ കിട്ടുള്ളൂ. ഇതിനൊരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം ഞാനന്ന് പത്രത്തിൽ കൂടി കണ്ട് അന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ആ 170 രൂപയിൽ ബാഗിൽ ഞാൻ തൃപ്തിപ്പെട്ടു. കാരണം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛൻ ആ സ്കൂളിലേക്ക് അതൊരു